എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷഹീർ പോയക്കാട്രി. സേവന ഓൺലൈൻ സർവീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മെയ് 14 ആരംഭിക്കുന്ന +1 ഏകജാലകം ഓൺലൈൻ സബ്മിഷന്റെ ഭാഗമായി CSC സെന്ററുകളിൽ നിന്നും അക്ഷയ സെന്ററുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഫോം എങ്ങനെ തെറ്റുകൂടാതെ പൂരിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ്. അതിന് മുന്നോടിയായി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൊടുക്കുന്ന ഫോം ഒരിക്കലും സ്കാൻ ചെയ്ത് അതേപടി സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്ത് അപേക്ഷ സമർപ്പണം നടത്തുകയല്ല ചെയ്യുന്നത്. മറിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും മൊബൈൽ നമ്പർ, നിങ്ങൾക്ക് ആവശ്യമായുള്ള കോഴ്സുകൾ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്കൂളുകൾ എന്നെല്ലാം സെലക്ട് ചെയ്യുന്നതിന് ഭാഗമായിട്ടും തിരക്ക് കുറക്കുന്നതിന് ഭാഗമായിട്ടുമാണ് ഈ ഒരു ഡാറ്റ എൻട്രി ഫോം കളക്ഷൻ. ഡാറ്റ കളക്ഷൻ ഫോമിൽ നിങ്ങളുടെ ജാതി, അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച സ്കൂള്, നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്നീ കാര്യങ്ങൾ മാത്രമേ എൻട്രി ചെയ്യാനുണ്ടാവുകയുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കൂളുകൾ, സ്കൂളുകളുടെ കോഴ്സുകൾ, കോഡുകൾ എന്നിവയും എൻട്രി ചെയ്യാനുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകുന്നതോടുകൂടി ഓട്ടോമാറ്റിക് HSCAP എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രയൽ അലോട്ട്മെന്റിൽ എഡിറ്റ് ഓപ്ഷൻ നൽകുന്നതാണ്. എഡിറ്റ് ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങളുടെ സെന്ററുകളിൽ നിന്നോ നിങ്ങൾ സ്വമേധ ചെയ്യുകയാണെങ്കിൽ എഡിറ്റ് ചെയ്തതിനു ശേഷം ഫൈനൽ സബ്മിറ്റ് ചെയ്യാൻ ഒരിക്കലും വിട്ടുപോകരുത്. ഫൈനൽ സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റിൽ നിന്നും പുറത്താവുന്നതാണ്. ഫൈനൽ സബ്മിറ്റ് ചെയ്തു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് നിർബന്ധമാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച ശേഷം ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഫോമിൽ ചോദിച്ചിട്ടുള്ളത് എന്നതും അത് എങ്ങനെ ഫിൽ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് അപേക്ഷാ ഫോമിന്റെ മാതൃക. ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫോം ഇതിൽ നിന്ന് വ്യത്യസ്തമാകാം, എങ്കിലും ചോദ്യങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ്. ഒന്നാമതായി ചോദിക്കുന്നത് കോഡ് ആൻഡ് നെയിം ഓഫ് ക്വാളിഫിക്കേഷൻ. കോഡ്, നെയിം ഓഫ് ക്വാളിഫിക്കേഷൻ. SLC ഗ്രേഡിംഗ് സിസ്റ്റം 2024-2025 SLC ഇത്തവണ ഈ വർഷം പാസ്സായ കുട്ടികൾ കോഡ് നമ്പർ 1 സെലക്ട് ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷം പാസ്സായി കുട്ടികൾ ഇത്തവണ അപേക്ഷ നൽകുകയാണെങ്കിൽ SSLC ഗ്രേഡിംഗ് സിസ്റ്റം 2007 മുതൽ 2024 വരെ ഉള്ള കുട്ടികൾക്ക് കോഡ് നമ്പർ 2 സെലക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ IHRD 3, CBSE 4, ഇതൊന്നുമല്ല വേറെ ഏതെങ്കിലും സ്കീമിൽ നിന്ന് പഠിച്ച കുട്ടികളാണെങ്കിൽ നമ്പർ 7, THSLC ടെക് എഡ്യൂക്കേഷൻ ആണെങ്കിൽ 2016 ഓൺവേർഡ്സ് വരെ 8 എന്നീ നമ്പറുകളാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, കോഡിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്വാളിഫയിങ് SSLC ആണെങ്കിൽ SLC, CBSE ആണെങ്കിൽ CBSE, ഏതാണോ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ഇവിടെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഓൺലൈൻ അപേക്ഷ ചെയ്യുന്ന സെന്ററുകളിൽ നിന്നും നിങ്ങളെ സഹായിക്കുന്നതാണ്. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രജിസ്ട്രേഷൻ നമ്പർ. ബാക്കിയുള്ള എല്ലാ രേഖകളും നിങ്ങൾ ഡാറ്റ എൻട്രി ഞങ്ങൾ ചെയ്യുന്നതോട് കൂടിയിട്ട് ഓട്ടോമാറ്റിക്കായി കാണിക്കുകയാണ് ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് നൽകുന്നത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ അത് തിരുത്താൻ കഴിയുകയില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിംഗ് മാർച്ച് 2025 ഇത്തവണ പാസ്സായിട്ടുള്ള കുട്ടികൾ നൽകേണ്ടത്. നാലാമത്തെ ചോദ്യം കോഡ് ആൻഡ് നെയിം ഓഫ് സ്കൂൾ. അപ്ലിക്കൻ്റ് ഏത് സ്കൂളിലാണ് SLC പാസ്സായത് എന്നുള്ളതാണ്. ഇതിൻ്റെ കോഡ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കോഡ് കൊടുക്കുക. SSLCയും ഹയർ സെക്കൻഡറിയും ഉള്ള സ്കൂളുകളാണെങ്കിൽ 2 കോഡ് അതിന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കോഡിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേര് ഇതിൽ ഫിൽ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളോട് ചോദിക്കുന്നത് ബോർഡ് എക്സാമിനേഷൻ പാസ്സായോ എന്നുള്ളതാണ്. പാസ്സാകാതെ ഒരിക്കലും +1 അപേക്ഷ നൽകാൻ കഴിയില്ലല്ലോ. അതിൽ നിങ്ങൾ S എന്ന് ടിക്ക് ചെയ്യുക. നിങ്ങളുടെ പേര് ബ്ലോക്ക് ലെറ്റർ ഇവിടെ ടൈപ്പ് ചെയ്യുക. പേരിലൊക്കെ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷ ഒരിക്കലും ബുദ്ധിമുട്ടാവില്ല. നിങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പറും ഇയർ ഓഫ് പാസിംഗ് ആണ്. ഇതിൽ വരുന്ന തെറ്റുകൾ ഒരിക്കലും നിങ്ങൾക്ക് തിരുത്താൻ കഴിയുന്നതല്ല. പിന്നീട് നൽകേണ്ടത് ആധാർ നമ്പർ, ജെൻഡർ, കാറ്റഗറി കോഡ്, നെയിം ആൻഡ് കോഡ്. ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് കാറ്റഗറി കോഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ OBC ആണെങ്കിൽ OBC, SC ആണെങ്കിൽ SC, ജനറൽ ആണെങ്കിൽ ജനറൽ എന്ന് മാത്രം എഴുതിയാൽ മതിയാകും.
എയിൽ ബി വെദർ എലിജിബിൾ EWS റിസർവേഷൻ. ജനറൽ വിഭാഗത്തിൽ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗമാണ്. ജനറൽ കാറ്റഗറിക്ക് മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതിൽ ആ വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ എസ് മാർക്ക്. 8ാമത്തത് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. OBC കാറ്റഗറിയിൽപ്പെട്ടവർ ഹിന്ദു, തീയ, അതുപോലെ തന്നെ ഇസ്ലാം, മുസ്ലിം എന്ന കാറ്റഗറിയൊക്കെ നിങ്ങൾ സ്കൂൾ സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റിലോ കാണാൻ കഴിയും. അതുപോലെ എഴുതി കൊടുക്കുക. 9 ഡേറ്റ് ഓഫ് ബർത്ത്. 10 മദർ നെയിം, ഫാദർ നെയിം, ഗാർഡിയൻ. 11 OEC കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ എസ് എന്ന് ടിക്ക് ചെയ്യുക. 12 മൈനോറിറ്റി ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തുള്ളതൊന്നും ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയിൽ വരുന്നതല്ല. ഇനി വരുന്നവരാണെങ്കിൽ തന്നെ ഏത് ലാംഗ്വേജിലാണ് വരുന്നത് എന്നുള്ളത് ഇതിൽ കൊടുക്കുക. 13ാമത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആവുന്ന കുട്ടികൾക്ക്, അംഗവൈകല്യമുള്ള കുട്ടികൾക്കാണ് 13 ശ്രദ്ധിക്കേണ്ടത്. ഏത് തരത്തിലുള്ള അംഗവൈകല്യമാണോ അത് ടിക്ക് ചെയ്യുക. എത്ര % ആണ് എന്നുള്ളത് 13ൽ B എന്നുള്ളതിന് താഴെയായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനോട് കൂടി തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതുണ്ട്. 14 പ്ലേസ് ഓഫ് റെസിഡൻസ്. ഇതിൻ്റെ കോഡുകളൊന്നും ഒന്നും നിങ്ങൾ നൽകേണ്ടതില്ല. ജസ്റ്റ് സ്റ്റേറ്റ്, ജില്ല ഏതാണോ ജില്ല, താലൂക്ക് ഏതാണോ, പഞ്ചായത്ത് ഏതാണോ എന്ന് നിങ്ങൾ എഴുതി നൽകിയാൽ മതിയാവും. അടുത്തത് അഡ്രസ്സ്. നിങ്ങളുടെ നിലവിലുള്ള അഡ്രസ്സ് ഏതാണോ അത് നൽകുക. 15ഉം 16ഉം സെയിം ആണ്. അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, പെർമനന്റ് അഡ്രസ്സ്. മുകളിലുള്ള അഡ്രസ്സ് തന്നെയാണ് നിങ്ങൾ 16ലും എഴുതാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സെയിം ആസ് എബോ എന്ന് എഴുതിയാൽ മതിയാകും. പിന്നീട് നിങ്ങൾ ഫോൺ നമ്പർ, നേരത്തെ രജിസ്ട്രേഷൻ നമ്പർ പറഞ്ഞതുപോലെ തന്നെ ഫോൺ നമ്പർ നിങ്ങൾ നൽകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരിക്കലും OTPക്ക് വിളിച്ചാൽ കിട്ടാത്ത ഒരു ഫോൺ നമ്പറോ അല്ലെങ്കിൽ റീചാർജ് ചെയ്യാത്ത ഫോൺ നമ്പറോ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകളുടെ ഫോൺ നമ്പറോ നിങ്ങൾ നൽകരുത്. രക്ഷകർത്താവിൻ്റെ നമ്പർ നൽകുകയാണെങ്കിൽ ആ നമ്പർ റീചാർജ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിളിച്ചാൽ OTP കിട്ടുകയും വേണം. ഒരു തവണ രജിസ്ട്രേഷൻ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് 2 മണിക്കൂർ കഴിയാതെ അതേ രജിസ്ട്രേഷൻ വീണ്ടും ചെയ്യാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റുകളിലൊക്കെ ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 17ാമത്തെ കാര്യം ബോണസ് പോയിന്റുകളാണ്. ബോണസ് പോയിന്റുകൾ ഒന്ന് ലിറ്റിൽ കൈറ്റ്, അതുപോലെ തന്നെ ജവാന്റെ മക്കള്, മരണപ്പെട്ട ജവാന്റെ മക്കള് എന്നിവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യണം. പിന്നെ NCC, സ്കൗട്ട്, ഗൈഡ്, സ്റ്റുഡൻറ് പോലീസ്, കാഡറ്റ് എന്നീ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇതിൽ ടിക്ക് ചെയ്തതിനു ശേഷം അത് നിങ്ങളുടെ ഡാറ്റ എൻട്രി ഫോമിൻ്റെ കൂടെ അതിൻ്റെ കോപ്പി കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. 18ാമത് നിങ്ങളോട് ചോദിക്കുന്നത് പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സിൽ എന്തെങ്കിലും പാർട്ടിസിപ്പേഷൻ ചെയ്തിട്ടുണ്ടോ, അതിൽ ഏത് ലെവൽ വരെ പോയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷൻ ആണെങ്കിൽ ടിക്ക് ചെയ്യുക. ജില്ലാ ലെവൽ പോയിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക. ഇവിടെ എല്ലാം പോയി എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു സാധനവും നിങ്ങൾ ഒരിക്കലും ഇതിൽ ടിക്ക് ചെയ്തു പോകരുത്. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ടിക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അഡ്മിഷനെ തന്നെ ബാധിക്കുന്നതാണ്. 19 പാർട്ടിസിപ്പേഷൻ കേരള കലോത്സവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇതിൽ നൽകുക. നൽകുമ്പോൾ നിർബന്ധമായും സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. 20 നാഷണൽ ലെവലിൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കോപ്പി. USS, LSS എന്നീ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പികളും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. 20 ക്വാളിഫയിങ് നാഷണൽ സ്റ്റേറ്റ് ടെസ്റ്റ് ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വല്ല സർട്ടിഫിക്കറ്റുകളും കിട്ടിയിട്ടുണ്ടെങ്കിൽ USS, LSS എന്നീ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ S എന്ന് നൽകുക. അപേക്ഷയോടൊപ്പം ഇതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും അറ്റാച്ച് ചെയ്യുക. 21 നിങ്ങളുടെ ആക്ടിവിറ്റീസ് ആണ്. സ്റ്റേറ്റ് സയൻസ്, സ്റ്റേറ്റ് സോഷ്യൽ സയൻസ്, സ്റ്റേറ്റ് മാത്സ്, സ്റ്റേറ്റ് IT ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുക. 21ൻ്റെ B എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കോമൺ ആയിട്ട് കിട്ടുന്ന ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകളാണ്.
ക്ലബ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഏത് ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റാണ് നിങ്ങളുടെ കൈവശമുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഇതിൽ ടിക്ക് ചെയ്യുക. IT ക്ലബ്ബ്, നാച്ചുറൽ ക്ലബ്ബ്, സയൻസ് ക്ലബ്ബ്, ഇതിൻ്റെ എല്ലാം കോപ്പി നിർബന്ധമായും നിങ്ങൾ അപേക്ഷാ ഫോമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. എത്രാമത്തെ ചാൻസിലാണ് SSLC പാസ്സായത് അല്ലെങ്കിൽ ഈക്വലൻ്റ് എക്സാമിനേഷൻ ചെയ്തത് എന്നുള്ളത് ഇവിടെ കൊടുക്കുക. ഫസ്റ്റ് ചാൻസ് തന്നെയാണ് പാസ്സായിട്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്പർ 1 എന്ന് കൊടുത്താൽ മതി. ഒന്നിൽ കൂടുതൽ ചാൻസ് ഉപയോഗിച്ചാണ് നിങ്ങൾ SSLC ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് വർഷം ഓരോ വർഷത്തെ രജിസ്ട്രേഷൻ നമ്പറും ഇതിൽ നൽകേണ്ടതുണ്ട്. 23 നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഒരിക്കലും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ നൽകുന്നതോട് കൂടിയിട്ട് അതിലെ എല്ലാവിധ ഡീറ്റെയിൽസുകളും ഓട്ടോമാറ്റിക്കായി സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. ഇതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ 24ാമത്തെ ഓപ്ഷൻ. ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഹൈലൈറ്റ് ചെയ്തൊന്നും കൂടി പറയാം. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ പാസ്സായ വർഷം, പിന്നെ പഠിച്ച സ്കൂൾ ഏതാണോ അത്, ഇത്രയും കാര്യങ്ങളോടൊപ്പം നിങ്ങൾ കൊടുക്കുന്ന സ്കൂളുകളുടെ കോഴ്സ് കോഡ്, അതേപോലെ തന്നെ സ്കൂൾ കോഡ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഫോം ഫിൽ ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. സ്കൂൾ കോഡുകളെ കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോമിൽ തന്നെ എങ്ങനെ സ്കൂൾ കോഡ് നോക്കാം എന്നതിനെ കുറിച്ച് പറയാം. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഫോമിൽ സ്കൂളിൻ്റെ പേരും അതിൻ്റെ കൂടെ തന്നെ ഇടതുഭാഗത്ത് സീരിയൽ നമ്പർ, സ്കൂൾ കോഡ് എന്ന് എഴുതി കാണും. 24ാമത്തെ ഓപ്ഷൻ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഗവൺമെൻറ് HSS രണ്ടാമത്തെ ഓപ്ഷൻ സീരിയൽ നമ്പർ 2, ഗവൺമെൻറ് HSS പാണ്ടിക്കാട് മലപ്പുറം. ഈ സ്കൂളിലാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ ഫസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 110.02 എന്നുള്ള കോഡ് സെലക്ട് ചെയ്യണം. ആ സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. 10, 1, 34, 38, 39. ഏതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാം? ജെൻഡർ മിക്സ്ഡ് ആണ്. G എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഗേൾസ് സ്കൂളാണ്, അതിൽ ബോയ്സിന് നൽകാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സ്കൂളിൻ്റെ നേരെ G ആണെന്നുണ്ടെങ്കിൽ, ബോയ്സ് ആണെങ്കിൽ G ആണെന്നുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ ഓപ്ഷൻ കൊടുക്കരുത്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 1, 10, 34, 38, 39 ഇത് എന്തെല്ലാം കോഴ്സുകളാണ് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള മാതൃകാ ഫോമിൻ്റെ ഏറ്റവും താഴെയായിട്ട് കോഡിൻ്റെ വിവരങ്ങളും ഏതെല്ലാം കോഴ്സുകളാണെന്നും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഉദാഹരണത്തിന് കോഡ് നമ്പർ 1 ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. കോഡ് നമ്പർ 11 ആണെങ്കിൽ ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി. ഇങ്ങനെ നിങ്ങൾക്ക് ആ കോഴ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോഡിൻ്റെ വിശദവിവരങ്ങൾ കോഴ്സ് ലിസ്റ്റ് എന്നുള്ള ലാസ്റ്റ് പേജിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഫോമിൻ്റെ മറ്റേതെങ്കിലും ഷീറ്റിലോ നിങ്ങൾക്ക് കാണാൻ കഴിയും. കൊമേഴ്സ് വിഭാഗം, ഹ്യൂമാനിറ്റീസ് വിഭാഗം, സയൻസ് വിഭാഗം, 3 വിഭാഗത്തിലും കൂടുതലായിട്ട് വരുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾ ഇത് ഫില്ല് ചെയ്യുമ്പോൾ ഒരു സ്കൂൾ സെലക്ട് ചെയ്ത് അതേ സ്കൂളിൽ എല്ലാ ഓപ്ഷനും കൊടുത്ത് അടുത്ത സ്കൂൾ എടുത്ത് അതിലെല്ലാ ഓപ്ഷൻസുകളും കൊടുത്ത് ഇങ്ങനെ ഓർഡർ ലെവൽ എഴുതണം എന്നില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് കൊമേഴ്സ് ആണെങ്കിൽ 39, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എല്ലാ സ്കൂളുകളിലും ഫസ്റ്റ് കൊമേഴ്സ് സെലക്ട് ചെയ്ത്, ഉദാഹരണത്തിന് മലപ്പുറം, പെരിന്തൽമണ്ണ, കോട്ടക്കൽ എന്നീ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്ത സ്കൂളുകളുടെ കോഡ് എഴുതി അതിനെല്ലാം നേരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് 39 എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകളിലൊക്കെ ഹ്യൂമാനിറ്റീസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്യുക. ശേഷം വരുന്ന ഓപ്ഷനുകളിൽ സയൻസ് ആണ് വേണ്ടതെങ്കിൽ അതേ സ്കൂളുകൾ വീണ്ടും ആവർത്തിച്ച് സയൻസ് സെലക്ട് ചെയ്യുക. ഒരേ സ്കൂൾ സെലക്ട് ചെയ്ത് അതിലേക്കുള്ള എല്ലാ സബ്ജക്റ്റുകളും കൊടുത്തേ അടുത്ത സ്കൂൾ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള പ്രോബ്ലം ഒന്നും ഇതിൽ നിലനിൽക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വേണ്ട സ്കൂളുകൾ ഏതാണോ അതിലേതാണ് കോഡ് വേണ്ടതെന്ന് നിങ്ങളുടെ ഇഷ്ടാനുസരണമാണ് ഇതിൽ ഫില്ല് ചെയ്യേണ്ടത്. മാക്സിമം 50 സ്കൂളുകൾ വരെയാണ് ഫില്ല് ചെയ്യാൻ പറ്റുക. അതിൽ കൂടുതൽ ചെയ്താലും ഒരുപക്ഷെ ചിലപ്പോൾ എൻട്രി ചെയ്യാൻ കഴിയും. മാർക്ക് കുറവുള്ള കുട്ടികൾ മാക്സിമം സ്കൂളുകളും സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഇത്രയും കാര്യങ്ങളാണ് ഓൺലൈൻ അപേക്ഷ ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള ഫോം ഫില്ല് ചെയ്യുന്നതുമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ മറുപടി നൽകുന്നതാണ്. ഓക്കെ, താങ്ക് യു.